കാണുന്നത് 20x20 മെഷീനാണ് സർ. ഓക്കെ. 20x20 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ സൈസിനും ഓരോരോ മെഷീനാണ്. ഈ മെഷീൻ 27x27. ഓക്കെ. ഇത് നമ്മുടെ കേരളത്തിൽ പോകുന്ന രണ്ടാമത്തെ മെഷീനാണ്. സൈസ് റെഡിയാക്കുന്ന മെഷീനാണ്. ഇവിടെയും ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഇതിലാണല്ലേ? അതെ അതെ സർ. അല്ലേ? ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഇതിലാണ് എടുക്കുന്നത്. 90%. ഓക്കെ. അപ്പോൾ 10% മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മതി അല്ലേ? ബാക്കി ലോണിന്റെ സപ്പോർട്ട് കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാൻ പറ്റില്ലേ? ഇവിടെ വന്ന് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. ഒരു മാസം വേണമെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് നിങ്ങൾ ട്രെയിനിങ് എടുത്തോണ്ട് പോകാം. ഫ്രീ ട്രെയിനിങ് കൊടുക്കണം. നിങ്ങളുടെ മെഷീനിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ലേബറൊക്കെ കൂടുതലായിട്ട് വേണ്ട. ഒരു 2 പേര് 3 പേര് മതി. ലേബർ കുറവാണ്. மேனுஃபேக்சரிங்கிறனால சர்வீஸ் எப்பயும் கரெக்டாக இருக்கும். அவங்க ட்ரேடிங் பண்ணுறதுனால அவங்க மிஷின் வித்துட்டா அதோட அவங்க கடமை முடியும். நம்ம அதுக்கப்புறம் திரும்பி அவங்க நம்மளை வந்து பார்க்கணுங்கிற அவசியம் இல்லை. ஆனால் இவங்க மேனுஃபேக்சரிங் பண்ணுறதுனால கண்டிப்பாக நமக்கு சர்வீஸ் கரெக்டாக இருக்கும்னு நம்ம நம்பணும். ആർക്കും ഇനി ഈസി ആയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് നമ്മോടൊപ്പം വീഡിയോ ചെയ്യുകയാണ്. സർ വണക്കം. വണക്കം. ഇദ്ദേഹത്തിന് മലയാളം അറിയാം. അപ്പോൾ അതുകൊണ്ട് വണക്കത്തിന്റെ ആവശ്യം നമസ്കാരം പറഞ്ഞാലും മതി അല്ലേ? നമസ്കാരം. എല്ലാ കസ്റ്റമർ ഡീൽ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേരും ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. കമ്പനി ഫെദർ ടച്ച് ടിഷ്യൂ ആണ്. ബ്രാൻഡിന്റെ പേര് FTC ആണ്. FTC. ഇത് കോയമ്പത്തൂരിൽ ഇവിടെ സിറ്റി ഉള്ളിലാണ് ഉണ്ട്. പുറത്ത് പോകണ്ട. സിറ്റി ഉള്ളിൽ ഗാന്ധിപുരം സെന്റർ ആണ്. അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ആണ്. റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 6.5 കിലോമീറ്റർ ഉണ്ടാവും. ഉക്കടം വന്നതിൽ ഉക്കടത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ ആണ്. ഈ സറൗണ്ടിങ്ങിലാണ് ഞങ്ങളുടെ ഇതുണ്ട്, കമ്പനി ഉണ്ട്. നമ്മുടെ കമ്പനി തുടങ്ങി 12 വർഷമായി. ഇവിടുത്തെയാണ് പ്രൊഡക്ഷനും ഉണ്ട് ഞങ്ങളുടെ അടുത്ത്, മെഷീൻ മാനുഫാക്ചറിങ് ഉണ്ട്. സോ രണ്ടും ചേർത്ത് ഒരു സ്ഥലത്തിലാണ് ഉണ്ടാവും. നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് ടിഷ്യൂൻ്റെ ആണ്. ടിഷ്യൂൻ്റെ പല സൈസ് ഉണ്ട്, അതെല്ലാം മാനുഫാക്ചറിങ് ഉണ്ട്. അതേപോലെ പേപ്പർ ബാഗ്, പേപ്പർ കവർ, ഇത് മാനുഫാക്ചറിങ് ഉണ്ട്. ഇത് പ്രൊഡക്ഷൻ്റെ ആണ്. മെഷീൻ മാനുഫാക്ചറിങ്ങിനാകുമ്പോൾ അത് ടിഷ്യൂല് എല്ലാ സൈസ് എല്ലാ ടൈപ്പ് ഉണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പേപ്പർ ബാഗ്, പേപ്പർ കവർ അതിന്റെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. റോൾ മെഷീൻ ഉണ്ട്. അപ്പോൾ പുതിയ പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലെ പല മെഷീൻസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഓക്കെ. ഒരുപാട് മലയാളി കസ്റ്റമേഴ്സ് ഈ ഒരു കമ്പനി ആശ്രയിച്ച് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്ക്, കുറച്ച് പേരുടെ ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷം ഇവരുടെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു കമ്പനി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേര് നമ്മുടെ ചാനൽ വെച്ച് വീഡിയോ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ അത്രയും കെയർ ചെയ്തിട്ടാണ് ഓരോ വീഡിയോ ചെയ്യാറ്. ഇവിടെ കോയമ്പത്തൂരിൽ കമ്പനി എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷെ അവർ കൂടുതലും ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് അല്ലേ? ശരിക്കും മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ 1-2 പേരെ കാണുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ടീമാണ് FTC എന്ന് പറയുന്നത്. നിങ്ങൾ പല മെഷീൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന പല കമ്പനികൾ നോക്കിയാൽ മനസ്സിലാവും. FTC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കാണും. അതിന്റെ മെയിൻ യൂണിറ്റ് ഇവിടെ നിന്നാണ് ഇതെല്ലാം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് ശരിക്കും മാനുഫാക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ഇടനിലക്കാർ വഴിയാണ് നിങ്ങൾക്ക് ഈ ഇവരുടെ മെഷീൻസ് പോലും കിട്ടുന്നത്. അപ്പോൾ അതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ഇവരുടെ നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന ബിസിനസ്സുകൾ, ടിഷ്യൂ പേപ്പർ നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, അതിനാവശ്യമായിട്ട് റോള്, എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള മെഷീൻസിന്റെ ഇത് തരുന്നുണ്ട്. കൂടാതെ ട്രെയിനിങ് അല്ലേ? അതിന് ട്രെയിനിങ് ഉണ്ട്. ഇവിടെ തന്നെ ഇവരുടെ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. എല്ലാ മെഷീൻസിനും വാറന്റി ഉണ്ട്. വാറന്റി ഉണ്ട്. എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് ഇവരുടെ കുറച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്ന് പോയാലോ അല്ലേ? നമുക്ക് ഓരോന്നും സെക്ഷൻ ആയിട്ട് കാണിച്ച് പറഞ്ഞു കൊടുക്കാം അല്ലേ? അതിൽ കൂടുതലായിട്ട് നല്ലത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു ബിസിനസ് എങ്ങനെ തുടങ്ങണം എന്നൊരു എല്ലാ ഐഡിയ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. നമുക്കൊരു വീഡിയോയിലേക്ക് പോയാലോ? ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് സെക്ഷനിലെ സ്റ്റാഫ് നമ്മോടൊപ്പം വീഡിയോ ചേരുകയാണ്. ഒരു സന്തോഷ വാർത്ത എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആദ്യം മാമിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഓക്കെ. മാമിന്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് ദീപിക. ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടിലെ എറണാകുളമാണ്. എറണാകുളം. ഓക്കെ. ഇവിടെ ജോയിൻ ചെയ്ത് എത്ര നാളായി ഇപ്പോൾ?
ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് Feb 1 തൊട്ട് നമുക്ക് 2 years ആയി സർ. ഓക്കെ, 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 2 വർഷമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ഇപ്പോൾ ഒരുപാട് പേപ്പർ ടിഷ്യൂ പേപ്പറിന് ഒരുപാട് സൈസ് ഉണ്ടല്ലോ. അപ്പോൾ ഏത് സൈസ് എടുത്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ കസ്റ്റമറിന് കിട്ടുക? അപ്പോൾ ഒരുപാട് സൈസ് ഇല്ലേ ഇതിൽ ടിഷ്യൂ പേപ്പറിൽ? ആക്ച്വലി ഒരുപാട് സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള സൈസസ് എന്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് 20x20, 22x22, 27x27, 30x30. സോ ഈ 4 സൈസാണ് മാർക്കറ്റിൽ പൊതുവേ ഉള്ള സൈസ്. സോ ഈ 4 സൈസും നോക്കുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ മെഷീൻ ആയിട്ടാണ് വരുന്നത്. ഓരോന്നിനും ഓരോ മെഷീനാണ്, ഓരോരോ സൈസിനും ഓരോരോ മെഷീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതാണ്? ഏത് സൈസാണ് പോകുന്നത്? കേരളത്തിൽ കൂടുതലായിട്ട് മൂവിംഗ് ഉള്ള സൈസ് നോക്കുമ്പോൾ നമുക്ക് 20x20 സെന്റിമീറ്ററും പിന്നെ 27x27 സെന്റിമീറ്റർ ടിഷ്യൂ ആണ് കൂടുതലായിട്ട് മൂവിംഗ് ഉള്ള സൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈസ് ചെയ്യാൻ പറ്റിയ മെഷീനാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ? കേരള മാർക്കറ്റാണ് ലക്ഷ്യമുണ്ടെങ്കിൽ അല്ലേ? ഓക്കെ, ഈ ഒരു സൈസാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ? സൈസുള്ള മെഷീൻസ്. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ബോക്സ് ആണ്. നമുക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മാം, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത്? ഗ്രാമാണോ അതോ ബോക്സ് ആയിട്ടാണോ സെയിൽ? എങ്ങനെയാണ് സർ? ആക്ച്വലി പൊതുവേ കേരളത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഗ്രാംസ് ആണ് സർ. തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ നമുക്ക് പീസ് വെച്ചിട്ടാണ് മൂവിംഗ് ആവുന്നത്. പക്ഷെ കേരളത്തിൽ കൂടുതലായിട്ടും ഗ്രാംസ് ആണ്. അതെ അതെ അതെ. കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 20x20, 27x27 ഈ 2 സൈസാണ് കൂടുതലായിട്ട് മൂവ് ആവുന്നത്. ഇപ്പോൾ 20x20 ആകുമ്പോൾ നമുക്ക് 50 ഗ്രാംസും പിന്നെ 27x27 ആകുമ്പോൾ 100 ഗ്രാംസ് ആണ് കൂടുതലായിട്ട് പ്രിഫർഡ് അവിടെ ഉള്ള ഡിമാൻഡ്. ഓക്കെ, ശരിക്കും ഈ ടിഷ്യൂ പേപ്പർ ഇപ്പോൾ മാർക്കറ്റാണല്ലോ, ഏതൊരു ബിസിനസ് തുടങ്ങിയാലും നമുക്ക് മാർക്കറ്റ് പിടിക്കുക, അതാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ടിഷ്യൂ പേപ്പറിന്റെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതിന്റെ കസ്റ്റമേഴ്സ് ആരാണ്? നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ? യെസ് സർ, ഇപ്പോൾ 20x20 എടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട ഇത് മൂവിങ് ആയ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബേക്കറീസ്, പിന്നെ അത് ഏറ്റവും ചെറിയ സൈസാണ് 20x20. സോ അത് വന്ന് ബേക്കറീസ്, പിന്നെ തട്ടുകട, ചായക്കട, അതുമാതിരി സ്ഥലങ്ങളിൽ, പിന്നെ ഈ മാതിരി ചെറിയ ചെറിയ ബേക്കറീസ്, തട്ടുകട, ചായക്കട അവിടെ കൂടുതലായിട്ട് പ്രിഫേർഡ് വന്നിട്ട് 20x20. സോ 27x27 ടിഷ്യൂ ആണെങ്കിൽ അത് കൂടുതലായിട്ട് പ്രിഫേർഡ് നോക്കുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് കൂടുതൽ മൂവിങ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റൽസ്, സലൂൺസ്, സ്പാ, IT സെക്ടേഴ്സ്, ഇതുമാതിരി എല്ലാ സ്ഥലങ്ങളിലും 27x27 കൂടുതൽ മൂവിംഗ് ആണ് സർ. ഓക്കെ, അപ്പോൾ ഈ ഒരു നിങ്ങൾ ഏത് സൈസാണോ, ഏത് സൈസിലുള്ള ഉള്ള മെഷീനാണ് എടുക്കുന്നത്, ഈ ടൈപ്പ് കസ്റ്റമർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതെ അതെ. അതേമാതിരി തന്നെ 27x27 മെഷീനിൽ തന്നെ നമുക്ക് 27x30 പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. ആ ഒരു സൈസിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ ടിഷ്യൂസ് ചോദിക്കാറുണ്ട്, ലൈക്ക് ലോഗോ, കസ്റ്റമൈസ്ഡ് ലോഗോ ഇട്ട്. സോ അതുമാതിരിയുള്ള കസ്റ്റമേഴ്സിനൊക്കെ വന്നിട്ട് നമ്മൾ ലോഗോ കസ്റ്റമൈസ് ചെയ്ത് 27x30 സൈസിൽ നമ്മൾ പ്രൊഡക്ഷൻ എടുത്തും പ്രൊവൈഡ് ചെയ്യാം. ഓക്കേ, കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ? 27x30 സൈസിൽ. ഓക്കേ, ആ സൈസിലാണ്. ആ സൈസ്. ഓക്കേ, 27x27 മെഷീനിൽ തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ സൈസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കേ, ഈ വീഡിയോ കാണുന്നവർക്ക് കാര്യങ്ങൾ കുറച്ച് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ബോക്സ് ഇതിന് എനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാവും? എനിക്ക് എത്ര മാർജിൻ കിട്ടും? സർ, ഇപ്പോൾ 27x27 റീസൈക്കിൾഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുവാണെങ്കിൽ സോ പെർ kgക്ക് നമുക്ക് 10 പാക്കറ്റ് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 27x27 100 ഗ്രാംസ് ആണ് കേരളത്തിൽ പോണത്. സോ നമ്മൾ ഒരു പെർ റോളിന് വന്നിട്ട് പെർ kgയിൽ നമുക്ക് 10 പാക്കറ്റ് ആണ് കിട്ടുന്നത്. സോ ഈ പേപ്പർ കോസ്റ്റ് പെർ പാക്കറ്റിന് നോക്കുമ്പോൾ നമ്മൾ റീസൈക്കിൾഡ് മെറ്റീരിയൽ ആണെങ്കിൽ 9 rupees ആണ് വരുന്നത് പെർ പാക്കറ്റിന്. സോ അതില്ലാണ്ട് നമുക്ക് ലേബർ ചാർജസ്, കറണ്ട്, പാക്കേജിങ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇത് 4 കൂടി ചേർത്തിട്ട് ഒരു 3 rupees മാർജിൻ നമ്മൾ വെക്കാം. 3 rupees നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സോ ടോട്ടലായിട്ട് നമുക്ക് 12 rupees. സോ ഇതിൽ കസ്റ്റമർ ആഡഡ് ആയിട്ട് നമുക്ക് ലോഗോ പ്രിന്റിങ് ചെയ്യണം, ഇതുമാതിരി വല്ലതും ചെയ്താൽ നമുക്ക് അഡീഷണൽ അതിൽ കൂടുതൽ എക്സ്പെൻസസ് ഒന്നും ആവില്ല. പെർ പാക്കറ്റിന് ഒരു 50 പൈസേ ആവുള്ളൂ നമുക്ക്. സോ ഇത് റീസൈക്കിൾഡ് മെറ്റീരിയൽ. സോ ഇതിൽ തന്നെ നമുക്ക് വെർജിൻ മെറ്റീരിയൽ ഉണ്ട്, അത് വന്ന് കുറച്ച് ക്വാളിറ്റി കൂടുതലായ ഒരു മെറ്റീരിയൽ ആണ്. സോ ആ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ 27x27 100 ഗ്രാംസ് പെർ പാക്കറ്റ് ആണെങ്കിൽ നമുക്കത് പെർ പാക്കറ്റിന് 12 rupees ആണ് വരുന്നത് പേപ്പർ കോസ്റ്റ്. സോ അതില്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോസ്റ്റ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ,
എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് നമുക്ക് വന്ന് ഒരു 3 rupees. ഓക്കെ. സോ 15 rupees ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആവുന്നത്. പ്ലസ് അഡീഷണൽ നമുക്ക് പ്രിന്റിംഗ് ആവശ്യപ്പെടുവാണെങ്കിൽ ഒരു 50 പൈസ അഡീഷണൽ ആയിട്ട്. ഓക്കെ. നമുക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും? സർ നമ്മൾ പെർ പാക്കറ്റിന് ഇപ്പോൾ 5 rupees നമ്മൾ മാർജിൻ വെച്ച് നമുക്ക് സെയിൽ ചെയ്യാം സർ. ഈ ഒരു പാക്കറ്റിന്. ഓക്കെ. ഈ ഒരു യൂണിറ്റിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ഹോൾസെയിൽ അല്ലേ? ഹോൾസെയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിനിമം മാർജിൻ അല്ലേ 5 രൂപ 5 രൂപ വെച്ചിട്ടാണ് ഈ ഒരു എന്താ നമ്മുടെ ഈ ഒരു ഫാക്ടറി റൺ ചെയ്യുന്നത് അല്ലേ? നമുക്ക് മാർജിൻ മിനിമം മാർജിനാണ് പറഞ്ഞത് 5 രൂപ. അത് പെർ ബോക്സിനാണ് പറഞ്ഞത്. നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഷോപ്പിലൊക്കെ ചോദിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇത്തിരി വില താഴ്ത്തിയിട്ട് അല്ലേ നമുക്ക് ഇഷ്ടത്തിന് വിലയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ബോക്സിൽ പോലും 5 രൂപ മാർജിൻ ഉണ്ട്. നമുക്ക് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് അപ്പോൾ വെച്ച് നോക്കുമ്പോഴേക്കും എന്തായാലും ലാഭമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ കേരളത്തിൽ മൂവിംഗ് ആയിട്ടുള്ളത് 2 സൈസ് ടിഷ്യൂ പേപ്പർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള മെഷീനോട് കാണിച്ചു തരാം. ഈ കാണുന്ന മെഷീൻ ഏതാ? ഈ കാണുന്നത് 20x20 മെഷീനാണ് സർ. ഓക്കെ. 20x20 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ സൈസിനും ഓരോരോ മെഷീനാണ്. സോ ഇത് 20x20. അതെ. ഓക്കെ. ഈ മെഷീൻ 27x27. ഓക്കെ. ഇത് നമ്മുടെ കേരളത്തിൽ പോകുന്ന രണ്ടാമത്തെ മെഷീനാണ്. പോകുന്ന രണ്ടാമത്തെ സൈസ് റെഡിയാക്കുന്ന മെഷീനാണ്. ഇവിടെയും ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഇതിലാണല്ലേ? അല്ലേ? ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഇതിലാണ് എടുക്കുന്നത്. ഇവിടെ ഈ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ? അതെ സർ, കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. മെഷീനിൽ തന്നെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് പ്രിന്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. സോ പ്രിന്റിംഗ് വന്നിട്ട് ഇതുപോലെ നമ്മൾ ഓരോരോ കസ്റ്റമറിനനുസരിച്ച പോലെ നമ്മൾ ലോഗോ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ആ സിലിണ്ടറിൽ ഫിക്സ് ചെയ്താൽ മതി. പ്രിന്റായി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സിമ്പിൾ ആണ് കാര്യങ്ങൾ. അതെ സർ, ആക്ച്വലി ഇവിടെ കട്ടായി നമുക്ക് പീസസ് വന്നിട്ട് കൗണ്ട്സ് നമ്മൾ സെറ്റ് ചെയ്താൽ അതിനനുസരിച്ച പോലെ നമുക്ക് പീസസ് ആയ ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ലിഫ്റ്റിംഗ് സംഭവിക്കും. സോ ലിഫ്റ്റായി നമുക്ക് പാക്കിങ്ങിന് വളരെ ഈസി ആയിട്ടുണ്ടാവും. ഇതുപോലെ അതെ സർ, 2 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക്. ഈ മെഷീനിൽ എന്താ ചെയ്യുന്നത്? ഈ മെഷീൻ ആക്ച്വലി നമുക്ക് നോക്കിയാൽ ഇതിൽ ടോയ്ലറ്റ് റോൾ മെഷീൻ ആണ്. ഈ ടോയ്ലറ്റ് റോൾ മെഷീനിൽ നമുക്ക് പ്രോഡക്ട്സ് ഏതൊക്കെ പ്രോഡക്ട്സ് ചെയ്യാന്ന് വെച്ചാൽ ടോയ്ലറ്റ് റോൾ ചെയ്യാം, കിച്ചൺ ടവൽ, HRT, ജംബോ റോൾ, ഇതുമാതിരി പല പ്രോഡക്ട്സ് 5 പ്രോഡക്ട്സ് നമുക്ക് ഈ ഒരു മെഷീനിൽ ചെയ്യാം. ടോയ്ലറ്റ് റോൾ മെഷീനിൽ പ്ലസ് ഇത് ഫുൾ റോൾ ആയിട്ടാണ് വരുന്നത്. അവിടെ കാണുന്നതാണ് ബാൻസ കട്ടിംഗ് യൂണിറ്റ്. സോ ആ ഒരു യൂണിറ്റിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ടോയ്ലറ്റ് റോൾ അതെ, ഫൈനൽ ഔട്ട്പുട്ട്. സോ ഇതേപോലെ തന്നെ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് മെഷീൻ ഉണ്ട്. ഓൾ ഇൻ വൺ കോംബോ മെഷീൻ ആണ്. സോ അതിൽ നോക്കുമ്പോൾ നമുക്ക് 10 പ്രോഡക്ട്സ് വീതം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. കോംബോ മെഷീനിൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ ടോയ്ലറ്റ് റോളിൽ പറഞ്ഞില്ലേ, ആ പ്രോഡക്ട്സ് ഇല്ലാണ്ട് അതിനും അഡീഷണൽ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഡൈനിങ് ടേബിൾ റോള്, പിന്നെ തെർമൽ പേപ്പർ റോള്, ബില്ലിംഗ് റോൾ എന്ന് പറയില്ലേ, ആ മാതിരി റോൾസും നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ 10 in 1 പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതെ. ടോയ്ലറ്റ് റോള്, കിച്ചൺ ടവൽ റോള്, HRT റോള്, ജംബോ റോള്, ഹോസ്പിറ്റൽ ബെഡ് റോള്, പിന്നെ നോക്കുമ്പോൾ ഡൈനിങ് ടേബിൾ, തെർമൽ പേപ്പർ റോൾ, ഈ മാതിരി ഇത്ര പ്രോഡക്ട്സ് വീതം നമുക്ക് അതിൽ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ കോംബോ മെഷീൻ എടുക്കുന്നതാണ് അല്ലേ? ഏത് ഐറ്റം വേണോ അതിൽ ചെയ്യാൻ പറ്റും അല്ലെ? 10 ഐറ്റം ഇത് അതിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇനി പറയാൻ പോകുന്നത്, ഈ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും, ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹമുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. ഞങ്ങളുടെ ചാനലിൽ തന്നെ ഒരുപാട് കമന്റ് വരാറുണ്ട്. ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ, അതും കുറഞ്ഞ മുതൽ മുടക്കിൽ ലോണോടുകൂടി, ലോണിന്റെ സപ്പോർട്ടോടുകൂടി, സബ്സിഡിയോടുകൂടി ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകളെ കുറിച്ച് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ലോണിന്റെ കാര്യം എങ്ങനെയാണ്? എനിക്ക് ഇവിടുന്ന് ഈ ഒരു മെഷീൻ എടുത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ലോണിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ലോണിന്റെ സപ്പോർട്ട് നമ്മളുടെ ബിസിനസ്സിൽ എസ്പെഷ്യലി വിമൻ എന്റർപ്രണേഴ്സിന് വന്നിട്ട് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓൺടർപ്രണേഴ്സിന് മാത്രം അവർ കൂടുതൽ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി നോക്കുമ്പോൾ നമുക്ക് 35%-ലിരുന്ന് 45% വരെ സബ്സിഡി സ്കീംസ് അവൈലബിൾ ആണ് വിമൻ ഓൺടർപ്രണേഴ്സിന്. വനിതാ സംരംഭകർക്ക് 35 മുതൽ 45% വരെ സബ്സിഡി അവൈലബിൾ ആണ്. നമുക്ക് ലോണ് ഇപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം മുതൽ ഇവിടുത്തെ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ മെഷീൻ 3 ലക്ഷം മുതൽ നമുക്ക് എടുത്ത് ബിസിനസ്സിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഈ 3 ലക്ഷത്തിന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര % വരെ ലോൺ കിട്ടും? ലോണിന്റെ സപ്പോർട്ട് കിട്ടും? 90% നമുക്ക് ലോണിന്റെ സപ്പോർട്ട് കിട്ടും. 90%? ഓക്കെ. അപ്പൊ 10% മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മതി അല്ലെ? ബാക്കി ലോണിന്റെ സപ്പോർട്ട് കിട്ടും. പിന്നെ കൂടാതെ വനിതാ സംരംഭകരാണെങ്കിൽ 35 മുതൽ 45 വരെ സബ്സിഡി സ്കീംസും
അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ബിസിനസ്സിലേക്ക് ധൈര്യപൂർവ്വം വരാം അതെ അല്ലേ? അതിന്റെ എല്ലാ സപ്പോർട്ടും എടുത്ത് കൊടുക്കില്ലേ? അതെ അതെ കൊടുക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഒരുപാട് മലയാളികൾ ഈ ഒരു കമ്പനി ആശ്രയിച്ച് ഇവിടുന്ന് മെഷീൻ എടുത്ത് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സക്സസ്ഫുൾ ആയിട്ട്, അതാണ് എടുത്ത് പറയേണ്ടത്, സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മുടെ കയ്യിലൊന്നും റെഡി ക്യാഷ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കൂടുതലായിട്ട് ലോണും സബ്സിഡിയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന മലയാളി കസ്റ്റമേഴ്സ് അവർ ഏത് സ്കീമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? കൂടുതലായിട്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത് നോക്കുമ്പോൾ നമുക്ക് PMEGP ലോണാണ് കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ തന്നെ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിലാണ്. ഇതേ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇവിടെ ഫുള്ള് പേപ്പർ ബാഗ് ആൻഡ് പേപ്പർ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ മെഷീനിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ലേബറൊക്കെ കൂടുതലായിട്ട് വേണ്ട, ഒരു 2 പേര് 3 പേര് മതി. ലേബർ കുറവാണ് ഇവിടെ, ലേബർ കുറവാണ്. മെഷീനാണ് ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബാഗ് ചെയ്യുമ്പോൾ ഒരു 2 ആളും മതി. ബോട്ടം അടി ബോട്ടം പിന്നെ ഇതിന്റെ ഹാൻഡിൽ ഇതൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു 2 ആളും 3 ആളും മതി. ഞങ്ങളുടെ മെഷീനിൽ കവർ പ്ലസ് ഇതുപോലെ ഞങ്ങളുടെ ബേക്കറി പിന്നെ റെസ്റ്റോറൻറ്റ് പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്സ് കവേഴ്സ് വലിയ വലിയ ബാഗ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് ചെയ്യുന്നത് വലിയ ബാഗാണ്. നിങ്ങൾ സ്റ്റുഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ബാഗ് ഞങ്ങളുടെ മെഷീനിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആകുമ്പോൾ ചൈന എന്നാണ് എടുക്കും മെഷീൻ. ഇവിടെ ആരും ചെയ്യുന്നില്ല. അത് 25,000 ബാഗ് മിനിമം വേണം. എന്റെ മെഷീനിൽ 5,000 ബാഗ് 1000 ബാഗ് 500 ബാഗ് എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടാവും? ചെറിയ ചെറിയ കസ്റ്റമർ ചോദിക്കുമ്പോൾ 500 ബാഗ് 1000 ബാഗ് മാത്രമാണ് ചോദിക്കും. വലിയ ക്വാണ്ടിറ്റി ആരും ചോദിക്കും, ചെയ്ത് കൊടുക്കും. എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കും. അതുപോലെ നിങ്ങൾ മെഷീൻ ഇട്ടെങ്കിൽ സെയിം ഇതുപോലെ പ്രോഫിറ്റബിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാഗ് നിർമ്മിക്കുമ്പോൾ ഇതിന്റെ മാർജിൻ എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പൊ ഇത് ചെറിയ ബാഗ്, ഇപ്പൊ ഇത് ചെറിയ ബാഗ് ആകുമ്പോൾ മാർജിന് കിട്ടുന്നില്ല. ഹാൻഡിൽ വെച്ച ബാഗ് ചെയ്യുമ്പോൾ പീസ് റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബാഗ് 3 രൂപ ആകുമ്പോൾ 6 രൂപയ്ക്ക് കൊടുക്കാം ബാഗ്. 3 രൂപയ്ക്ക് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ആവും. പ്രൊഡക്ഷൻ കാസ്റ്റ് എല്ലാം അടക്കം എല്ലാ ചെലവും മൊത്തത്തിൽ എല്ലാം ചേർത്ത് 3 രൂപ ആവും. അതുപോലെ പുറത്ത് ഞങ്ങൾ കൊടുക്കേണ്ട പ്രൈസ് 6 രൂപ 650 രൂപയാണ്. പെർ പീസിൽ ഈ ചെറിയ പീസിൽ പോലും 3 രൂപ ലാഭം കിട്ടും. വലിയ ബാഗ് ആകുമ്പോൾ 4 രൂപ 5 രൂപ ആകുമ്പോൾ ഞങ്ങൾ 9 രൂപയാണ് പുറത്ത് കൊടുക്കേണ്ടത്. അതേപോലെ ഇതിൽ കവർ ഉണ്ട്. ഈ ബേക്കറിയൊക്കെ നിങ്ങൾ സ്വീറ്റ് ഇത് കൊടുക്കല്ലോ, അത് കൊടുക്കുമ്പോൾ അത് കിലോയിലാണ് കൊടുക്കും. കിലോ 65 രൂപ 75 രൂപ 85 രൂപ അങ്ങനെ കൊടുക്കും. അതിൽ 15-10 രൂപ അങ്ങനെ ലാഭം കിട്ടും. കവറിൽ കുറച്ച് കുറവാണ്, പക്ഷെ ബാഗ് കൊടുക്കുമ്പോൾ നല്ല പ്രോഫിറ്റബിൾ നല്ല ലാഭമാണ്. ഇപ്പൊ ഒരുപാട് പേര് ഈ പേപ്പർ ബാഗിലോട്ട് വന്നിട്ടുണ്ടല്ലേ? പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക് ബാനായി കേരളത്തിലെ അതുപോലെ ഫുള്ള് ബാനാണ്. ഇപ്പൊ വരേണ്ട കാലങ്ങളിൽ ഇത് ഫുള്ളായിട്ട് ഇതാണ് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് തുടങ്ങാൻ പറ്റിയ അവസരമാണ് ഇപ്പൊ. കറന്റ്ലി ഗ്രോത്ത് ബിസിനസ് ആകുമ്പോൾ ഇത് വന്നു. ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഇനി ഇതിൽ വരുന്ന ഈ പ്രിന്റ് വരുന്നത് അതെങ്ങനെയാണ്? മെഷീനിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഒരു കസ്റ്റമർ 500 ബാഗ് 1000 ബാഗ് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മെഷീനിൽ ചെയ്യുമ്പോൾ 5000 ബാഗ് മിനിമം വേണം. അതുപോലെ ഇപ്പൊ കസ്റ്റമർ 500 ബാഗ് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ അടുത്ത് ഒരു മെഷീൻ ഉണ്ട്, ഫ്ലെക്സോ പ്രിന്റിംഗ് മെഷീൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ അതിൽ 200 ബാഗ് 100 ബാഗ് എത്ര പ്രിന്റ് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കാം. അപ്പോൾ 5000-10,000 ബാഗ് ഞങ്ങൾ സ്റ്റോക്ക് ഇട്ടിട്ട്, അതുപോലെ സ്റ്റോക്ക് ഇട്ടിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ 500 ബാഗ് വേണം ഞങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാം, 200 ബാഗ് വേണം പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ ഈവെന്റിൽ ബാഗ് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. അവരുടെ പേര് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ കല്യാണത്തിൽ ബാഗ് കൊടുക്കണ്ടല്ലേ, അപ്പോൾ ബാഗിൽ ഒരു 200 ബാഗ് 500 ബാഗ് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ പ്രിന്റിംഗ് മെഷീൻ ഞങ്ങളുടെ അടുത്ത് എല്ലാ ടൈപ്പ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വരും. അതെ, എല്ലാ ടൈപ്പ് പ്രിന്റിംഗ് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാം, ബാഗ് വേണമെങ്കിൽ ബാഗ് ചെയ്ത് കൊടുക്കാം, കവർ വേണമെങ്കിൽ കവർ ചെയ്ത് കൊടുക്കാം. അതുപോലെ കസ്റ്റമറാണ് വരും, അതുപോലെ മെഷീനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ കസ്റ്റമൈസേഷൻ എന്നൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴേക്കും മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വരും. അത് വരുമ്പോഴേക്കും ഒരുപാട് കസ്റ്റമർ നമ്മളെ മുമ്പിൽ നിന്ന് പോകും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ചിലപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും, അത് അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരില്ല. പക്ഷെ നമുക്ക് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്, അങ്ങനെയുള്ള കസ്റ്റമറാണ് കൂടുതലായിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് ഇവരുടെ മെഷീൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ, പ്രിന്റ് ചെയ്യുന്ന ആ ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എത്ര ചെറിയ ക്വാണ്ടിറ്റി ചോദിച്ചാലും ചെയ്ത് കൊടുക്കാം. ഇനി ചോദിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് പേപ്പർ ബാഗ് യൂണിറ്റ് ഉണ്ട്, ടിഷ്യൂ പേപ്പറിന്റെ യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ട്രെയിനിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നവർക്ക് കാണാൻ പറ്റില്ല? ഇവിടെ വന്ന് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. 1 മാസം വേണമെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് നിങ്ങൾ ട്രെയിനിങ് എടുത്തോണ്ട് പോകാം. ഫ്രീ ട്രെയിനിങ് കൊടുക്കാം. ഞങ്ങൾ മെഷീൻ എടുത്തെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് മെഷീൻ ഉണ്ട്, പ്രൊഡക്ഷനിലുണ്ട്, ഞങ്ങൾ എക്സ്പീരിയൻസ് ഓപ്പറേറ്റർ ഉണ്ട് ഇവിടെ. അവരുടെ അടുത്ത് വിട്ടിട്ട് ഫുള്ള് A to Z എന്ത് വേണമെങ്കിലും എല്ലാം പഠിപ്പിച്ച് കൊടുക്കാനാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് മെഷീൻ എടുക്കുമ്പോൾ അവിടെ ഒരു എഞ്ചിനീയർ 5 ദിവസം അവിടെ താമസിക്കണം. ഞങ്ങൾ ആൾക്കാർ അവിടെ താമസിച്ചിട്ട് പിന്നെ ഫുള്ളായിട്ട് ട്രയൽ എടുത്ത് കൊടുക്കുക, ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുക, ട്രെയിനിങ് കൊടുത്തിടാം, പിന്നെ പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ എടുത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ആൾക്കാർ തിരിച്ചു പോകും. സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന യൂണിറ്റുകൾ ഇവർക്ക് തന്നെയുണ്ട്. അത് നമ്മുടെ ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ്. പേപ്പർ ബാഗിൻ്റെ ആണെങ്കിൽ പേപ്പർ ബാഗിൻ്റെ യൂണിറ്റ് ഉണ്ട്, ടിഷ്യൂ പേപ്പറിനാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ടിഷ്യൂ ബാഗിൻ്റെ യൂണിറ്റ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് മെഷീൻ നോക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ഈ യൂണിറ്റിൽ തന്നെ വന്ന്
ട്രെയിനിങ് എല്ലാം എടുത്തിട്ട് പോകാം. അത് ഇവർ പറയുന്നതെങ്കിൽ 1 മാസം ആയാലും നിങ്ങളോട് നിന്ന് എല്ലാം പഠിച്ചിട്ട് പോയാൽ എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മെഷീൻ എടുക്കുന്ന സമയത്ത് ഇവരുടെ തന്നെ ലേബേഴ്സ് നിങ്ങളുടെ സൈറ്റിൽ വരും. നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് 3-4 ദിവസം അവിടെ അവർക്ക് സ്റ്റേയും ഫുഡും എല്ലാം നിങ്ങൾ നോക്കണം. അത് നമ്മൾ എന്തായാലും നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവിടെ സ്റ്റേ ചെയ്ത് നിങ്ങളത് സക്സസ്ഫുൾ ആയിട്ട് അതിന്റെ ഔട്ട് എടുത്ത് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ അവർ തിരിച്ചു വരുള്ളൂ. അതേപോലെ കാസ്റ്റിംഗ് വർക്കും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ കാസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നു, അത് എവിടെ മാർക്കറ്റിൽ കൊടുക്കാം, എത്ര രൂപ കൊടുക്കാൻ പറ്റും, ഇപ്പൊ എത്ര മാർക്കറ്റ് ഉണ്ട്. എന്തെങ്കിലും ഞങ്ങൾ ഇപ്പോ റീസെന്റ് ആയിട്ട് ഞങ്ങൾ മാർക്കറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ മെഷീന്റെ കാര്യങ്ങൾ മാത്രമല്ല പ്രോഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ എത്ര മാർജിൻ കിട്ടും, എവിടെ തന്നെ റോ മെറ്റീരിയൽ മേടിക്കണം, ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ മെഷീൻ എടുക്കുമ്പോൾ ഞങ്ങൾ ഒരു സെറ്റപ്പ് ആയിട്ട് റോ മെറ്റീരിയൽ മെഷീൻ ഇതെല്ലാം ഒരു സെറ്റപ്പ് ആയിട്ട് എടുത്ത് കൊടുക്കാം. ആദ്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല, എല്ലാം സെറ്റപ്പ് ആയിട്ട് കൊടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഫർദർ ആയിട്ട് നിങ്ങൾ അവിടെ നിന്ന് എടുക്കാം. അങ്ങനത്തെ ഞങ്ങൾ എല്ലാം ചെയ്തു. നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചാലും മെഷീൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എല്ലാവരുടെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ മെഷീൻ കിട്ടും, കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അത് മാത്രമേ ഇതുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഒരു കംപ്ലയിൻറ്റ് വന്ന് എന്തെങ്കിലും റിപ്പയർ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് ആദ്യം തന്ന സ്വീകരണമൊന്നും പിന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ മെഷീൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ കോയമ്പത്തൂർ വന്നാൽ നമുക്ക് ആവശ്യത്തിന് വീഡിയോ നമ്മുടെ ചാനലിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ റേറ്റിംഗ് നോക്കി കസ്റ്റമർ റിവ്യൂസ് നോക്കി ഫീഡ്ബാക്ക് എല്ലാം ഇതാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് എടുത്ത് ചെയ്യുന്നുണ്ട്, അവരെന്ന് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ യൂണിറ്റ് വേണമെങ്കിലും അവിടെ കസ്റ്റമർ അപ്പോൾ അവിടുത്തെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന യൂണിറ്റ് ആണെങ്കിൽ അത് വേണമെങ്കിൽ കാണിച്ചാൽ. നിങ്ങൾ ചെയ്യേണ്ടത് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. മെഷീൻ്റെ വില വെച്ച് നോക്കുമ്പോഴായാലും മെഷീൻ്റെ വിലയായാലും കുറവാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. റിപ്പയറിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ റിപ്പയർ എങ്ങനെയാണ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് അതേപോലെ സ്പെയർ അവൈലബിലിറ്റി ഉണ്ടാവും. ഞങ്ങൾ മാനുഫാക്ചറിങ് ഡീലർ അല്ലല്ലോ, ഓൺ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ എപ്പോഴും സ്പെയർ അവൈലബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് വേണമെന്നെങ്കിൽ നാളെ ഇവിടെ നിന്ന് അയച്ചുവിടാൻ ഒരു ചെറിയ ക്വാളിറ്റി ഉണ്ടാവൂലേ. അപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുമ്പോൾ ഞങ്ങൾ ഓക്കെ ആവും. കുറച്ച് ഓർഡർ കൊടുക്കുമ്പോൾ 1 ദിവസം 2 ദിവസം എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് സ്പെയർ അവൈലബിലിറ്റി ഉണ്ടാവും. ഞങ്ങളുടെ സ്റ്റോർ ഉണ്ട്, സ്റ്റോർ കാണിച്ചു കൊടുക്കുക. ഫുള്ള് അതിന്റെ സപ്പോർട്ട് കിട്ടണം. സർവീസ് സപ്പോർട്ട് സ്പെയർ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. 100% ഗ്യാരണ്ടി ആണ്. പക്ഷേ ഓർഡർ കൊടുത്ത പിന്നെ ഒരു 30-40 ദിവസം അവർക്ക് ടൈം കിട്ടും. ആ ടൈമിൽ അവിടെ അവർ ബിൽഡിംഗ് ഒക്കെ വർക്ക് പിന്നെ റോ മെറ്റീരിയൽ സോഴ്സിങ് അത് എവിടെ പോകണ്ട നമ്പർ ഞങ്ങൾ കൊടുക്കും. അവർ ചോദിച്ചാൽ മതി. അതുപോലെ ചോദിക്കാൻ അറിയില്ലെന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത് എങ്ങനെ ചോദിക്കണം, ഏത് ക്വാളിറ്റിയിൽ മേടിക്കണം, അത് എങ്ങനെ വർക്കൗട്ട് ആവും, ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ആദ്യം ഒരു ചില കസ്റ്റമർ ചോദിക്കും, ഏട്ടാ നിങ്ങൾ എല്ലാം ഫുള്ളായിട്ട് സെറ്റപ്പ് ആയിട്ട് കൊടുത്താലും മതി എന്നാലും ഞങ്ങൾ റോ മെറ്റീരിയൽ മെഷീൻ എല്ലാം സെറ്റപ്പ് ആയിട്ട് കൊടുക്കാം. ഞങ്ങൾ ആൾക്കാരും അവിടെ വരും, ഫുള്ള് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ട് പഠിപ്പിച്ച് കൊടുത്തിട്ട് വരും. ഇത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോന്നും ഒരുപാട് അന്വേഷിച്ചറിഞ്ഞ് ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാവും നമുക്ക് ഉറപ്പുണ്ട്. പ്രയോജനം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആയാലും ഇല്ല ടിഷ്യൂ പേപ്പർ നിർമ്മാണ യൂണിറ്റ് ആയാലും ശരി തന്നെ എല്ലാ കാര്യങ്ങളും മെഷീൻ തരുന്നത് മുതൽ ട്രെയിനിങ്, അതിൻ്റെ കാര്യങ്ങൾ, റോ മെറ്റീരിയൽസ്, എല്ലാ കാര്യങ്ങളും, പിന്നെ റിപ്പയർ വന്നാൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാ സപ്പോർട്ടും തരുന്ന കമ്പനി തന്നെയാണ് ഇവരുടെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എത്ര മെഷീനാണ് ഞാൻ എടുക്കേണ്ടത്? ഇവിടെ എടുക്കുന്ന മെഷീൻ ഇപ്പോൾ കസ്റ്റമർ പല ടൈപ്പിൽ വരെയൊക്കെ. അപ്പോൾ ഒരു ചെറിയ ഒക്കെ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇതിൽ മെഷീൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞങ്ങൾ ഇപ്പോൾ ഒരു ഫുൾ സെറ്റപ്പ് വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഇത് ബാഗ് ആൻഡ് കവർ ചേർത്ത് ചെയ്യുമ്പോൾ ഒക്കെ എൻ്റെ മെഷീൻ ആകുമ്പോൾ ഒരു വലിയ മെഷീൻ വി ബോട്ടം എന്ന് പറയും. ഈ ബാക്കറിയിൽ കൊടുക്കേണ്ട കവർ ബ്രൗൺ കവർ എന്നാ മനസ്സിലാവുമല്ലേ? ബ്രൗൺ കവർ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് മെഷീൻ. അപ്പൊ അതിൽ ചേർത്ത് ബാഗ് ചെയ്യുന്നതിന് എന്റെ മെഷീനിൽ ഞങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അത് ഒരു മെഷീൻ എടുക്കണം. ഒരു മെഷീൻ പേപ്പർ ബാഗിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു കവർ ഒരു ബാഗ് രണ്ട് ചേർത്ത് ചെയ്യുമ്പോൾ അത് ഒരു മെഷീനാണ്. അപ്പോൾ കവർ ആകുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ബാഗ് ആകുമ്പോൾ ട്യൂബ് ആയിട്ട് മേക്ക് ആയിട്ട് വരും. ട്യൂബ് ആകുമ്പോൾ 2 സൈഡ് ഓപ്പൺ ആയിട്ട് വരും. ലൈക്ക് ഇതുപോലെയാണ്. കണ്ട വി ബോട്ടം ആകുമ്പോൾ ഇവിടെ പേസ്റ്റ് ആയിട്ടാണ് വരും. ശരിയല്ലേ? അപ്പോൾ സ്ക്വയർ ബോട്ടം ആകുമ്പോൾ ഈ പേസ്റ്റിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതുപോലെ ട്യൂബ് ആയിട്ട് എടുക്കാന്ന് ഒരു മെഷീന്റെ സിംഗിൾ മെഷീൻ ആണ് രണ്ടും വരും. കവർ വരും, ബാഗ് ചേർത്ത് വരും. അപ്പോൾ ഇത് ട്യൂബായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഗ്രീസിംഗ് മെഷീനിൽ 2 ലൈൻ ഇടും. അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ ഫോൾഡ് ആക്കുമല്ലേ, ആ ഫോൾഡിംഗ് ആണ്. അടിഭാഗം സ്ക്വയർ ആയിട്ട് ഇപ്പൊ കണ്ടത് അത് ഒരു മെഷീനാണ്. അപ്പോൾ അത് ചെയ്ത് ഇപ്പൊ
അടിഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഞങ്ങൾ പേസ്റ്റിങ്ങിന്റെ വേറെ ഒരു മെഷീൻ ഉണ്ട്. ഓക്കെ, അതാണ് ഈ മെഷീൻ. ഈ മെഷീൻ ആകുമ്പോൾ വലിയ മെഷീന് ഒരു മണിക്കൂറിൽ 5000 ബാഗ് മുതൽ 8000 ബാഗ് വരെ പ്രൊഡക്ഷന് കിട്ടും. ഒരു മണിക്കൂറിൽ. അപ്പോൾ പേസ്റ്റിംഗ് മാനുവൽ ആയിട്ട് ചെയ്യുമ്പോൾ 3 ആള് ചേർത്ത് ഒരു ദിവസം 2000 ബാഗിൽ 2500 ബാഗ് മാക്സിമം. അപ്പോൾ നിങ്ങൾ പേസ്റ്റിംഗ് മെഷീൻ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കിന്റെ മെഷീൻ അത് ഒരു മെഷീൻ എടുക്കണം. ഫുൾ സെറ്റപ്പ് ആണ്. അത് എടുക്കുമ്പോൾ ഒരു മിനിറ്റിൽ 45 ബാഗ് അത് ചെയ്യും. ഒരു മിനിറ്റിൽ 45 ബാഗ് ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് 2000 ബാഗ്. ഇത് 1 അവറിൽ 2000 ബാഗ് എടുക്കും. ഒരു മണി. അപ്പൊ അങ്ങനത്തെ ഒരു മെഷീൻ. അപ്പൊ അതുപോലെ ഇതിൽ പ്രിന്റിംഗ് അറ്റാച്ച്ഡ് ആയിട്ട് വരും. ചേർത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ മിനിമം 5000 ബാഗ് വേണം, ഇല്ലെങ്കിൽ കുറച്ച് വർക്കൗട്ട് ആവില്ല, വേസ്റ്റേജ് കൂടുതലാവും. അപ്പൊ ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റോൾ എടുക്കുമ്പോൾ ഒരു സൈസ് മാത്രമാണ് ഇതിൽ വരും. അപ്പൊ ഒരു റോൾ എടുത്ത് 5000 10,000 ബാഗ് ഞങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ഇട്ടാണ് ഞങ്ങൾ സ്റ്റാക്ക് ഇട്ടിട്ട് ഇപ്പൊ നിങ്ങൾ 500 ബാഗ് ചോദിക്കുന്നത് എന്റെ അടുത്ത് പ്രിന്റിംഗ് മെഷീൻ ഉണ്ട്. ആ പ്രിന്റിംഗ് മെഷീനിൽ വിട്ടിട്ട് 500 ബാഗ് നിങ്ങൾ പ്രിന്റിംഗ് അടിച്ചു കൊടുക്കണം. 200 ബാഗ് 500 ബാഗ് 100 ബാഗ് എത്ര പ്രിന്റിംഗ് ചോദിച്ചെങ്കിൽ നമ്മൾ പ്രിന്റിംഗ് മെഷീൻ വെച്ചത്. അങ്ങനെ ഒരു മെഷീൻ ഓൾറെഡി ഈ ഒരു മെഷീൻ തന്നെ പ്രിന്റിംഗ് ചേർന്ന് വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ഹെവി ക്വാണ്ടിറ്റി 5000 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയാണ് ഈ ഒരു മെഷീൻ കൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് ഫ്ലെക്സോ പ്രിന്റിംഗ് എന്ന് പറയും. ഇതിൽ സിംഗിൾ കളർ ഡബിൾ കളർ മതി. ഇത് ചെയ്യുമ്പോൾ മൾട്ടി കളർ വേണ്ട, ഡബിൾ കളർ മതിയാവും. മാർക്കറ്റിൽ ഇത് മതിയാവും ഇവിടെ. അപ്പോൾ ഇതിൽ നിങ്ങൾ മാനുവൽ ആയിട്ട് ഒരാൾ മതി, ഒരാൾ ഫുള്ള് ചെയ്തുകൊള്ളാം. മെഷീനും പിന്നെ ഒരു ലേബർ മതി, മെഷീനും ഒരാൾ മതി. അങ്ങനെ അവിടെ പ്രിന്റിംഗ് ചെയ്ത് കൊടുക്കാതെ. അപ്പൊ കുറെ ക്വാണ്ടിറ്റി ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലേ. അപ്പൊ വലിയ ക്വാണ്ടിറ്റി വേണ്ട, ചെറിയ കട മുതൽ വലിയ കട വരെ ഞങ്ങളുടെ മെഷീനിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ചെറിയ കല്യാണങ്ങൾക്ക് വരെ ഈ കസ്റ്റമൈസ് ആയിട്ടുള്ള ബാഗുകൾ കൊടുക്കുന്നുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വലിയ ക്വാണ്ടിറ്റി അതിന്റെ ആവശ്യമില്ല. എല്ലാ കസ്റ്റമറും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒന്നും പുറത്ത് പോകാതെ നമ്മളെടുത്ത് നിൽക്കും അല്ലേ, നമ്മളെടുത്ത് നിൽക്കും. ഇനി നമ്മളിവിടെ കൊടുക്കുന്ന മെഷീന്റെ വാറന്റി എങ്ങനെയാണ്? വാറന്റി 1 ഇയർ വാറന്റി ഉണ്ടാവും. 1 ഇയർ വാറന്റി ഉണ്ടാവും. അതുപോലെ 1 ഇയറിൽ റബ്ബർ ഇലക്ട്രിക്കൽ മാത്രം ഗ്യാരണ്ടി ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഇവിടെയാണല്ലോ മാനുഫാക്ചർ അല്ലേ? എല്ലാ മാനുഫാക്ചറിംഗ് ഇവിടുത്തെയാണ്. ഒന്നും മേടിക്കുന്നില്ല. എന്റെ അടുത്ത് ലേത്ത് DRO എല്ലാം ഇവിടുത്തെയാണ്. പാരാമീറ്റർ ഞങ്ങൾ മേടിച്ചിട്ട് ഞങ്ങളാണ് ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ സ്പെയർ എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവേണ്ടത്. സോ അതെല്ലാം മൊത്തത്തിൽ കൊടുക്കാം. സർവീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോ വേണം കിട്ടും. ഇന്ന് വിളിച്ചെങ്കിൽ ഇന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് വീഡിയോ കോളിൽ വരും. ആ ട്രെയിനിങ് പർപ്പസ് ഇല്ലെങ്കിൽ എപ്പോഴും അവർ പഠിക്കാൻ പറ്റില്ലല്ലോ. അവർ പഠിപ്പിച്ചു കൊടുക്കണം ഞങ്ങൾ വീഡിയോ കോൾ. എന്റെ അടുത്ത് മെഷീൻ ഉണ്ട്. അപ്പോ പല പുതിയ ആൾക്കാർക്ക് സ്പെയറിന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം ഈ സ്പെയർ ഇങ്ങനെ ചെയ്താൽ മതിയാന്ന്. കുറച്ച് മെക്കാനിക്കൽ നോളജ് എന്നാ മതിയല്ലോ, അവർ ചെയ്തോളാം. നമ്മളെന്തായാലും നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ പിന്നെ ഭാവിയിൽ പ്രശ്നം വന്നാൽ നമുക്ക് ചെയ്തോളാം. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 2 ദിവസത്തെ ഉള്ളിൽ ഞാൻ ഓർഡർ കൊടുക്കണം. കുറച്ച് വേഗം വന്നാൽ ഒരു ദിവസം ടൈം മതി. മറ്റന്നാൾ അവിടെ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ബിസിനസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പ്രൊഡക്ഷൻ എന്തെങ്കിലും മെഷീൻ ഒരു ഡാമേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ സപ്പോർട്ട് വേണം. പക്ഷെ അത് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. 90% ന്യൂ എന്റർപ്രനറാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ എന്റെ അടുത്ത് മൾട്ടി മെഷീൻ ഉണ്ട്. അപ്പൊ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വലിയ ഇൻവെസ്റ്റ്മെന്റ് വരെ എന്റെ അടുത്ത് മെഷീൻ ഒക്കെ ഉണ്ട്. അപ്പൊ മാർക്കറ്റിൽ ഏത് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് അത് സജസ്റ്റ് ചെയ്യാനാണ്. എന്റെ അടുത്ത് പുതിയ ബിസിനസ് തുടങ്ങുന്നു വന്നെങ്കിൽ ഞങ്ങൾ സജഷൻ ഉണ്ട്, സജഷൻ കൊടുക്കണം. ഇനി എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല ബഡ്ജറ്റിൽ ബിസിനസ് തുടങ്ങാം. ബിസിനസ് ആകുമ്പോൾ പല രീതിയിലും തുടങ്ങാം. ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങിയാൽ മതി എങ്കിൽ അത് നിങ്ങൾക്ക് അതിനുള്ള മെഷീൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. ഇനി നിങ്ങൾ കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഓരോന്നിനും അല്ലെ പ്രൊഡക്ഷൻ കൂട്ടി മെഷീൻ ആകുമ്പോൾ ഇപ്പൊ റോൾ ഉണ്ടല്ലേ, റോൾ ഈ ബില്ല് വരേണ്ട റോൾ ഉണ്ട്, ബസ്സിൽ കൊടുക്കേണ്ട ബില്ല്, പിന്നെ ATM വരേണ്ട ബില്ല്, ആ ബില്ലിംഗ് റോള് ഉണ്ടല്ലേ, അത് സെപ്പറേറ്റ് മെഷീൻ ആണ് എല്ലാവരും സാധാരണ അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് 10 പ്രോഡക്റ്റ് ചെയ്യേണ്ട മെഷീൻ ഒരു മെഷീനും ഉണ്ട്. 10 പ്രോഡക്റ്റ് ഇൻ 1 മെഷീൻ ഓൺലി ഫോർ റോൾസിന്റെ മാത്രമാണ്. മൾട്ടി പ്രോഡക്റ്റ് എടുക്കേണ്ട മെഷീൻ ആകുമ്പോൾ എൻ്റെ അടുത്തുണ്ട് ഓൺലി ഫോർ റോൾസിന്റെ ആണ്. അപ്പോൾ മാർക്കറ്റ് വൈഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പൊ ബില്ലിംഗ് റോൾ ആകുമ്പോൾ ബില്ലിംഗ് റോളിന്റെ മാർക്കറ്റ് മാത്രം പോകണ്ട. അവിടെ വേണമെങ്കിൽ ടേബിൾ റോൾ വേണമെങ്കിൽ കൊടുക്കാം, ടോയ്ലറ്റ് റോൾ വേണമെങ്കിൽ കൊടുക്കാം. എല്ലാ കസ്റ്റമർ ചോദിക്കുമ്പോൾ കൊടുക്കാം. അങ്ങനെ കോമ്പറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രൈസ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ മൾട്ടി പ്രോഡക്റ്റ് വേണം. ബഡ്ജറ്റ്, നിങ്ങളുടെ പ്ലാൻ, ആ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ അത് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ ലോണോട് കൂടി ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വേണ്ടി സാധിക്കും. എല്ലാ സപ്പോർട്ടും ഇവരുടെ ഭാഗത്ത് തന്നെ ചെയ്തു തരും. ഇവിടെ നിന്ന് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് ചെയ്ത് കൊടുക്കുന്നില്ലേ? അതെ. ഇപ്പൊ ബാഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്യൂബായിട്ട് എടുത്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഞങ്ങൾ ചെയ്യുന്നത് ഒരു കാൽക്കുലേഷൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഫുള്ളി ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ഒരു മെഷീന് ആൾമോസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 80 ലക്ഷം വരും. അത് 80-70 ലക്ഷം വരും. അങ്ങനെ അത് ഇമ്പോർട്ട് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ
അത് ഇവിടുത്തെ ഇന്ത്യ മാർക്കറ്റ് ഷൂട്ടബിൾ അല്ലേ, ഇത് മെഷീനാണ്, അതിനാ പറയാ ഒരു കാൽക്കുലേഷൻ. ഇപ്പൊ ഒരു മിനിറ്റിൽ ഫുള്ളി ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ഒരു മിനിറ്റിൽ 500 ബാഗ് പെർ മിനിറ്റ്. അപ്പോ ഒരു 8 hour ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2,40,000 ബാഗ് ചെയ്യുന്നതിൽ അത് ചെയ്താൽ മാത്രമാണ് വർക്കൗട്ട് ആവും. അപ്പോൾ ഒരു 2,40,000 ബാഗ് ആവുമ്പോൾ ഇൻറ്റു ഒരു 4 രൂപ മാർജിൻ ഇട്ടെങ്കിൽ മാർജിൻ ആകുമ്പോൾ ടേൺ ഓവർ ആണ്. ഓരോ ദിവസം എത്രയാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 9,60,000 ഞങ്ങൾ ടേൺ ഓവർ ചെയ്യുന്നതിൽ. അപ്പോൾ ഞങ്ങളുടെ മെഷീൻ എടുക്കുമ്പോൾ അങ്ങനെയല്ല, ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ 24,000 ബാഗ് ഒരു ദിവസം ഞങ്ങളുടെ മെഷീനിൽ ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ മെഷീനിൽ. അപ്പോൾ കുറേ ഞങ്ങൾ മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ 25,000 ബാഗ് എന്ന് ഇട്ടെങ്കിൽ മിനിമം അതേപോലെ 4 രൂപ ഇട്ടെങ്കിൽ ഒരു ദിവസം 1 ലക്ഷം രൂപ നിങ്ങൾ ടേൺ ഓവർ കാണിച്ചു കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ മാർക്കറ്റിൽ സൂട്ടബിൾ ബിസിനസ് ആണ്. നിങ്ങൾ ഫുള്ളി ഓട്ടോമാറ്റിക് എടുത്തിട്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ആവശ്യം ഉണ്ടാവും. ഇവിടെ അത്ര ക്വാണ്ടിറ്റി ചോദിക്കുന്നില്ലല്ലോ. 500 രൂപയ്ക്ക് 1000 ബാഗ് എങ്ങനത്തെ മാർക്കറ്റ് ചോദിക്കുന്നത്. അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ ഇന്ത്യ മാർക്കറ്റിൽ ഇത് മാത്രമാണ് സൂട്ടബിൾ ആയിട്ട് ഉണ്ടാവും. ഇത് കുറെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം അല്ലേ. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് മെഷീൻസും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ പർപ്പസ് എന്താണെന്ന് പറയുക. അപ്പോൾ അത് നമ്മൾ സജസ്റ്റ് ചെയ്യാം അല്ലേ. ചില കസ്റ്റമർ ഫുള്ളി ഓട്ടോമാറ്റിക് ചോദിച്ചു വരുന്നുണ്ട്. ചോദിച്ചെങ്കിൽ ഇവിടത്തെ മാർക്കറ്റ് അങ്ങനെ ഇല്ലെന്ന് പറയുന്നത്. അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ലെന്ന് അല്ലേ. അത്രയും ഔട്ട്പുട്ടിന്റെ ആവശ്യം നമുക്കില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ മാർക്കറ്റിൽ ഇല്ല. ഇപ്പൊ മാർക്കറ്റ് പിടിക്കാനായിട്ട് നമ്മുടെ ഈ ടൈപ്പ് മെഷീൻസ് മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ ഇത് വെച്ച് എങ്ങനെയാണ് മാർക്കറ്റ് പിടിക്കാൻ പറ്റുക? ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ ഞങ്ങളുടെ സെറ്റപ്പ് എടുക്കുമ്പോൾ ഞങ്ങളുടെ മെഷീനിൽ ടെക്സ്റ്റൈൽ ഷോപ്സ്, ഒരുപാട് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ പറഞ്ഞ ഇത് ഉണ്ടല്ലേ ഞങ്ങളുടെ ലക്സറി ബാഗ്സ് എന്ന് പറയും, അത് എങ്ങനെയാണ് ജ്വല്ലറി ഷോപ്സിൽ, ഓപ്റ്റിക്കൽസ്, മൊബൈൽ ഷോപ്സിൽ കൊടുക്കേണ്ട ബാഗാണ്, കുറച്ച് കെട്ടി കൂടുതലുണ്ടാവും. ആ ബാഗ് ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ഒരു കേരളത്തിലെ കൊച്ചിന്ന് എടുത്തോളൂ. കൊച്ചി എന്ന് എറണാകുളം ഒരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ അവിടുത്തെ കണ്ടാൽ നിങ്ങൾ വലിയ നിങ്ങളും ഇതിൽ കൊടുക്കാൻ പറ്റും. എന്താണ് ഞാൻ പറഞ്ഞല്ലോ ലക്സറി ബാഗ് എന്ന് പറയുമ്പോൾ അത് ആകുമ്പോൾ അത് ഒരു മാർക്കറ്റിൽ പിടിക്കാം. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ റെസ്റ്റോറൻറ്റ് ഒരു മാർക്കറ്റ് പിടിക്കാൻ പറ്റും. ടെക്സ്റ്റൈൽ ഷോപ്പ് ആകുമ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരു മാർക്കറ്റ് പിടിക്കാൻ പറ്റും. അതെല്ലാം ചേർത്ത് ഞങ്ങളുടെ മെഷീനിൽ ചെയ്യാൻ പറ്റും. ഇത്ര മാർക്കറ്റ് പിടിക്കാൻ ഞങ്ങളുടെ മെഷീൻ ഇത്രയും വൈഡ് ആയിട്ടുള്ള മാർക്കറ്റ് വൈഡപ്പ് ചെയ്യാൻ മാർക്കറ്റ് അങ്ങനത്തെ ഇത് ചെയ്യാം. നമുക്ക് ഈ മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്. അതിലേക്ക് പോയിട്ട് കാര്യമില്ല അല്ലേ. അതിലേക്ക് പോയിട്ട് കാര്യമില്ല. ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ഇത്ര മാർക്കറ്റ് പിടിക്കാൻ പറ്റില്ല, ഒരു മാർക്കറ്റ് മാത്രമല്ലേ പിടിക്കാൻ പറ്റും. അതിന്റെ കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അതെ, ബോർഡ് വേണമെങ്കിലും ചെയ്യാം, പേപ്പർ വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാ ടൈപ്പ് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് FTCയുടെ സ്പെയർ പാർട്സ് സെക്ഷൻ ആണല്ലേ. ഇത് സ്പെയർ പാർട്സ് സെക്ഷൻ ആണ്. മെഷീൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടല്ലേ, അതിന്റെ ഒരു സ്പെയർ പാർട്സ് ഉണ്ടാണ്. ഇത് സ്റ്റോറാണ്. ഇത് സ്റ്റോർ ഫുള്ള് ഞങ്ങളുടെ മെഷീന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ്, സ്റ്റോറിൽ നിന്നാണ് എടുത്തോണ്ട് പോയി അസംബിൾ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ സ്റ്റോറേജ്. ഏത് സ്പെയർ വേണമെങ്കിലും ഇവിടെ അവൈലബിലിറ്റി ഉണ്ടാവും. ഓരോരോ മെഷീൻ്റെ ഞങ്ങൾ 5 സ്പെയർ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എത്ര വർഷം ആവുന്നെങ്കിലും എൻ്റെ അടുത്ത് സ്പെയർ അവൈലബിലിറ്റി ഉണ്ടാവും. അത് 10 വർഷം ആവട്ടെ, മെഷീന് 5 വർഷം ആവട്ടെ, എത്ര വർഷം ആണെങ്കിലും എൻ്റെ അടുത്ത് സ്പെയർ അവൈലബിലിറ്റി. അതുകൊണ്ട് പേടിക്കണ്ട, പേടിക്കേ വേണ്ട, ഇവിടെ നിന്ന് അയച്ചു തരും. അതെ, എത്ര വർഷം ആണെങ്കിലും അയച്ചു തരും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഇവിടെ മെഷീൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. നിങ്ങൾ ആദ്യം കണ്ടത് സ്റ്റോറിന്റെ ആണ്. അവിടെ നിന്ന് ഇവിടത്തെയാണ് സ്റ്റോറിന്റെ നിന്ന് ഇവിടെ സ്പെയർ വരും. ഇവിടെ അസംബിൾ ചെയ്തിട്ട് ട്രയൽ എല്ലാം എടുത്തിട്ടാണ് ഇവിടെ നിന്ന് അയക്കും. ഇത് ഫുള്ള് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. കസ്റ്റമർ വരുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് എന്താ ഇവിടെ വന്നവർക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും. അതെ, ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. എപ്പോഴും എൻ്റെ അടുത്തും മെഷീനിൽ ഓർഡർ കൊടുക്കുമ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലേ 30 ദിവസം ആവുന്നു. 30 ദിവസം അല്ലേ, 35 ദിവസം എടുക്കും. 5 ദിവസം ഇവിടെ റൺ ചെയ്തിട്ട് എനിക്ക് സാറ്റിസ്ഫൈ ആയ മാത്രമാണ് ഞങ്ങൾ മെഷീൻ അയക്കും. മെഷീൻ അയക്കും. അതാണ് 5 ദിവസം. അതെ, 5 ദിവസം ഇവിടെ ട്രയൽ എടുത്തിട്ട് എൻ്റെ റാ മെറ്റീരിയൽ ഇട്ടിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫുള്ള് ട്രയൽ എടുക്കാം. അത് ഫിനിഷിംഗ് പക്കായിട്ട് വന്നാൽ മാത്രമാണ് ഞങ്ങൾ സാറ്റിസ്ഫൈ ആകുമ്പോൾ അയക്കാം. ഇല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ പോയി എന്ത് പണി ചെയ്യുന്നില്ല. എല്ലാം ഇവിടുത്തെയാണ് ഫുള്ള് സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ പോയി അസംബിൾ മാത്രം ചെയ്ത് റൺ ആക്കാം. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഫുള്ളായിട്ട്. ഇവിടെ അതേപോലെ കസ്റ്റമൈസ്ഡ് മെഷീനും ഞങ്ങൾ കൊടുക്കും. ഇപ്പൊ ഇത് മാത്രമല്ല, ഇവിടെ ഫുള്ള് മാനുഫാക്ചറിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ അതുപോലെ ഞങ്ങൾ ഒരു മെഷീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈറാക്കിൽ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ പാൻ ഇന്ത്യ ഫുള്ള് ഉണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഷീൻ. അതുപോലെ ഈറാക്കിൽ നിന്ന് ഒരു പ്രോജക്റ്റ് വന്നു. അത് എന്താണെങ്കിലും ഇപ്പോൾ ടിഷ്യൂ ഉണ്ടല്ലേ, നിങ്ങൾ ടിഷ്യൂ മെഷീൻ ഇപ്പൊ കാണിച്ച കൈ തുടക്കേണ്ട ഇതല്ല,
അപ്പോൾ അതിൽ കട്ട്ലറിങ് നാപ്കിൻ എന്ന് ഒരു ടിഷ്യൂ ഉണ്ട്. അത് എങ്ങനെ ഫ്ലൈറ്റിൽ കൊടുക്കണ്ടല്ലോ, ഒരു ഫോർക്ക് സ്പൂൺ ഇട്ട് കൊടുക്കും. സ്റ്റാർ ഹോട്ടലിൽ കൊടുക്കേണ്ടത് ഡിന്നർ നാപ്കിൻ എന്ന് പറയും. അതുപോലെ ടിഷ്യൂ ഒരു പ്രോജക്റ്റ് വന്നു, ഞങ്ങൾ പുതിയതായിട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ ഈരാക്കാന്ന് പോകുന്നുണ്ട്, അത് റെഡിയായി. ഇതാണ് കസ്റ്റമൈസ് പറഞ്ഞ മെഷീൻ. അതുപോലെ ഞാൻ പറഞ്ഞല്ലേ കട്ട്ലറിങ് നാപ്കിൻ മെഷീൻ ഇതാണ്. ഇതിപ്പോ ഇവിടുത്തെ അല്ല, ഈരാക്ക് പോകേണ്ട മെഷീനാണ്. എല്ലാം റെഡിയായി. കുറച്ച് പേയ്മെന്റ് ഇഷ്യൂ ഉണ്ട്, അതെന്റെ ഇപ്പോൾ ഉണ്ട്. അവിടെ നിന്ന് പേയ്മെന്റ് പറഞ്ഞല്ലേ, അതിന്റെയാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് എൻ്റെ അടുത്ത് റെഡി ആയി ഉണ്ട് മെഷീൻ. അതുപോലെ എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ആയിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഐഡിയ എൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഐഡിയ പറയാം. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചോദിക്കുന്ന ഐറ്റം ഇവർ ആൾറെഡി വേറൊരു കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് നിങ്ങൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും, ആ രീതിയിലുള്ള മെഷീൻ ചെയ്തു തരുന്നത്. പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പോലും പറയാം അല്ലേ, ആ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരത് കൃത്യമായിട്ട് ചെയ്തു തരും. കാരണം മാനുഫാക്ചർ ഇവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് എന്ത് ചേഞ്ച് വേണോ അത് ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ വേറെ ഒരു മെഷീൻ ഉണ്ട്, ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് അടുത്തൊരു മെഷീൻ കസ്റ്റമൈസ്ഡ് മെഷീനാണ്. എങ്ങോട്ട് ഓർഡർ പോകുന്നത്? ഇത് നാഗ്പൂറാണ്. നോർത്ത് സൈഡാണ് പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും അന്വേഷണം നോർത്ത് സൈഡ് മാത്രമാണ് മെഷീൻ കുറവായിട്ട് കിട്ടും, അവിടെ എല്ലാ മെഷീനും കിട്ടുന്നത്. അങ്ങനെയല്ല, പുതിയ മെഷീൻ ഇവിടെ നിന്നാണ് അവിടെ പോകുന്നുണ്ട്. അതുപോലെ ഈ മെഷീൻ എന്തായാലും ഇപ്പൊ കൊറിയർ കവർ അറിയാലോ, വലിയ വലിയ കൊറിയർ കവർ ഇതുപോലെ ഇതുപോലെ കണ്ടല്ലേ. ഇപ്പൊ ഇത് ഗ്രീൻ കളറിന്റെ ആണ്. ഗ്രീൻ കളർ ആകുമ്പോൾ ഉള്ളിൽ ഒരു ത്രെഡ് വരുന്നുണ്ട്, കണ്ട. ഇതാവുമ്പോ ഇത് ഏത് മെഷീനാണ്? സാൻഡ്വിച്ച് മെഷീൻ എന്ന് പറയും. അപ്പോൾ സാൻഡ്വിച്ച് ആവുമ്പോൾ മെർജായിട്ട് ഉള്ളിൽ ഉണ്ടാവില്ലേ, അതുപോലെ ഇത് ഫുള്ളായിട്ട് ഇത് ത്രെഡ് ആണ്. ഇതിന് മുകളിൽ ഒരു പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും, ഈ ത്രെഡും പേപ്പറും ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് ചെയ്ത് പിന്നെ ഡൈ കട്ടിംഗ് പഞ്ചിങ് മെഷീൻ ചെയ്തിട്ട് ഇങ്ങനെ കവർ ഉണ്ടാക്കാം. ഇതിന്റെ മെഷീൻ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. കസ്റ്റമർ ആവശ്യപ്പെട്ടു, നമ്മൾ അത് തന്നെ ചെയ്യാം. ത്രെഡും കൂടെ കണ്ടോ, ഇത് നോക്കിയേ, ത്രെഡും കൂടെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ആ ഒരു ഇതാണല്ലേ കൊറിയർ കവറാണല്ലേ? കൊറിയർ കവറാണ്. പാർസൽ കവർ എന്ന് പറയില്ലേ, ഈ കവർ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മെഷീനും ഇത് കസ്റ്റമർ ആവശ്യപ്പെട്ടു, ആ രീതിയിൽ മെഷീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ഒരു 30 ദിവസം അല്ലേ അതിനകത്ത് വെച്ച്. ഇത് കുറച്ച് പുതിയ പ്രോജക്റ്റ് ആകുമ്പോൾ ഒരു 40 ദിവസം 45 ദിവസം എടുക്കും. പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും കുറച്ച് വാറന്റിയിൽ ഉണ്ടാവില്ലേ, അപ്പോൾ എന്തായാലും വേണമല്ലേ കുറച്ച് ടൈം, അത് എടുക്കും. പഴയ പ്രോജക്റ്റ് ആകുമ്പോൾ വേഗം കൊടുക്കാം, പുതിയ പ്രോജക്റ്റ് കുറച്ച് ടൈം എടുക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചോദിക്കട്ടെ അത് ഞങ്ങൾ കൊടുക്കും, ചെയ്തു തരും. അപ്പോൾ അതാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം, കസ്റ്റമൈസ് ആയിട്ടുള്ള മെഷീൻസ്. നമ്മളിപ്പോൾ കാണുന്നില്ല, ഈ വിഷ്വലിൽ കാണുന്ന ഈ മെഷീൻ മേടിച്ചത് ഇദ്ദേഹമാണ്. സാർ വണക്കം. അപ്പോൾ സാറിന്റെ പേരും ലൊക്കേഷൻ പറയാമോ? എൻ പേര് വസന്ത്, ഞാൻ പളനിയിലിருந்து வரேன். ஓகே, ஏது மெஷின் இவிடுத்து பர்ச்சேஸ் செய்தது? நான் டிஷ்யூ பேப்பர் மேனுஃபேக்சரிங் மெஷினும் அப்புறம் காம்போ ரோல் ஒன்று, அது பில்லிங் ரோலு, டேபிள் ரோலு, பட்டர் பேப்பர் ரோலு, ஃபாயில் ஷீட், இது நாலுமே ஒரே மிஷினில் காம்போ மிஷின் இருக்கு. அது இல்லாமல் டிஷ்யூ மிஷின் தனியாக செப்பரேட்டாக. ஓகே, அது டிஷ்யூ மிஷின் ப்ரைஸ் வேற വരും, കാമ്പോ മിഷൻ പ്രൈസ് വേറെ വരും. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെയാണോ? പളനി. സ്വന്തം സ്ഥലം. ഓക്കെ, ലോണാണോ? ലോണിന്റെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിരുന്നു? PMGP ലോൺ, பிரதமர் ஸ்கீம் லோன் அப்ளை பண்ணியிருந்தேன். அது இது வில்லேஜுக்கு சிட்டி ரெண்டுத்துக்குமே மாறும். அது வந்து ரூரல்னா 35% சப்சிடரி வரும். ஓகே ஓகே, இப்போ நம்ம 100 ரூபா வாங்கினோம்னா 35% போக நீங்க 75%க்கு லோன் கட்டிட்டு நீங்க அதுக்கு இது பண்ணா மட்டும் போதும். மீதி 35% நீங்க கட்டணும்னு அவசியம் இல்லை. ஓகே ஓகே, அதனால நான் லோன் மூலியமா தான் வாங்கியிருக்கேன். ஓகே, லோன் சாங்ஷன் ஆக வேண்டிட்டு ഒരുപാട് ടൈം എടുക്കും, ரொம்ப டைம். அது எப்படியா இருந்தாலும் உங்களுக்கு ஐடி ஃபைல் பண்ணணும், ஜிஎஸ்டி எடுக்கணும், நீங்க உங்களோட லொகேஷன்ல வந்து நீங்க ரெண்டல் அக்ரிமெண்ட் போட்டிருக்கணும், இபி உங்க பேர்ல இருக்கணும். இது எல்லாமே இருந்தாதான் நீங்க லோனுக்கே போக முடியும். அது ஐடி கம்பல்சரி 2 வருஷம் இல்ல 3 வருஷம் ஃபைல் பண்ணிருக்கணும். ஜிஎஸ்டி எடுத்துட்டு நீங்க அதுக்கப்புறம் லோன் ப்ராசஸ் ஓகேனா பண்ணிக்கலாம். பெரிய நீங்க அசெட்லாம் எதுவும் சப்மிட் பண்ணணும்லாம் அவசியம் இல்லை. ஓகே ஓகே, லோன் ஈஸியா கிடைச்சிடும். லோன் கிடைச்சிரும், ஆனா நீங்க இந்த ஜிஎஸ்டி ஐடி மட்டும் கரெக்டா இருந்துச்சுன்னா ஓகே. ஓகே, ഇവിടെ മെഷീൻസിന്റെ കാര്യങ്ങൾ എങ്ങനെ ഡെമോ ഒക്കെ കണ്ടായിരുന്നു? நான் டெமோ வந்து ஆல்ரெடி பார்த்துட்டு போயிருந்தேன். அதுக்கப்புறம் வந்தப்ப இன்னொரு இடத்துல அவங்க மேனுஃபேக்சரிங் யூனிட்ல கொண்டு போய் காமிச்சாங்க. அதுவும் ஓகேவா இருக்கு, மிஷின்லாம் ஒன்றும் பிரச்சனை இல்லை. ஓகே ஓகே, மிஷின் ஒர்க்கிங் எல்லாம் காமிச்சு ஒர்க்கிங் எல்லாமே காமிச்சாங்க. இங்க இவங்க ப்ரொடக்ஷனும் பண்றாங்க, மேனுஃபேக்சரிங் மிஷின் மேனுஃபேக்சரிங் பண்றாங்க, சேல்ஸும் பண்றாங்க. ஓகே, உள்ள நமக்கு தனியா இவங்க அந்த சைடு சேல்ஸ் ஒரு டிபார்ட்மெண்ட் போட்டிருக்காங்க. அங்க இருந்து சேல்ஸ் பண்ணி இவங்களும் ஆல் ஓவர் தமிழ்நாடு സപ്ലൈ பண்ணிட்டு இருக்காங்க. ஓகே ஓகே, அப்ப நமக்கு ஈஸி ஆனல வந்து ப்ரொடக்ஷன் கண்டிட்டு மேனுஃபேக்சரிங் மிஷின் மேனுஃபேக்சரிங்கும் பார்த்துட்டு ப்ரொடக்ஷனும் இவங்கள்ட்டே பார்த்துக்கலாம், டெமோ பார்த்துக்கலாம்.
அது இல்லாமல் பில்லிங் ரோல் எல்லாமே பண்ணிட்டு தான் இருக்காங்க. நம்ம இங்கே இவங்கள்ட்டே சேல்ஸ் எடுத்து பண்ணுறதுனாலும் பண்ணிக்கலாம். ഓക്കെ സാറിന്റെ ഏജ് എത്രയായി ഇപ്പോൾ? எனக்கு 27 27. അപ്പോൾ ഈ ബിസിനസ്സിലോട്ട് വരാം എന്നൊരു ഐഡിയ എങ്ങനെ വന്നത്? நான் ஆல்ரெடி இன்னொரு பிஸ்னஸ் பண்ணிட்டு இருந்தேன். எனக்கு அது கொஞ்சம் ப்ராசஸ் டவுனாக இருக்கனால, சேல்ஸ் டவுனாக இருக்கனால நான் வேறு எதுவும் சூஸ் பண்ணலாம். நமக்கு எப்படியா இருந்தாலும் ஒரே பிஸ்னஸ் வந்து ஸ்டாண்டர்டாக இருக்காது. 2 பிஸ்னஸ் 3 பிஸ்னஸ் பண்ணும்போது தான் நமக்கு இன்கம் ஒன்றில் வராட்டியும் இன்னொன்று இதில் இன்கம் வரும். அதனால எனக்கு இது ஒரு ஐடியானால பண்ண ஆரம்பிச்சேன். ഓക്കെ ഓക്കെ ആ ഒരു എന്തായാലും ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ? கண்டிப்பா. உங்களுக்கு கெடுற பொருள் கிடையாது. மேனுஃபேக்சரிங் பண்ணா நீங்க உங்க மார்க்கெட் எந்த அளவுக்கு நம்ம மிஷின்ல வாங்குறதுல ஃபேக்டரி அமைக்கிறதுல இம்பார்ட்டன்ஸ் கொடுக்குறோமோ அந்த அளவுக்கு மார்க்கெட்டிங் தான். மார்க்கெட் பிடிக்கிறது தான் பிசினஸ்ல மெயின் கான்செப்ட். மார்க்கெட் பிடிச்சிட்டீங்கன்னா நீங்க ஜெயிச்சலாம். இல்ல நீங்க இதெல்லாம் நீங்க ஈஸியா ரெடி பண்ணிடலாம். காசு இருந்தா நீங்க மிஷின் வாங்கிக்கலாம், செட்டு போட்டுக்கலாம், எல்லாமே பண்ணிக்கலாம். ஆனா மார்க்கெட் மட்டும் பிடிச்சிட்டீங்க, மார்க்கெட் பிடிக்கிறதுல நீங்க கொஞ்சம் தப்பாயிடுச்சுன்னா மொத்த பிஸ்னஸும் போயிடும். நீங்க இதுல எல்லாம் எவ்வளோக்கு பண்றீங்களோ அதை விட 100% அதிகமாகவே മാർക്കറ്റിംഗിൽ നിങ്ങൾ പണ്ണാൽ മറ്റുംതാ സെയിൽസ് പണ്ണ മുടിയും. ഓക്കെ ഓക്കെ ഭാവിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ബിസിനസ് റൺ ചെയ്ത് പോകട്ടെ. നമ്മുടെ ചാനലിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇതെല്ലാം റെഡി ആയതിനു ശേഷം അപ്പോൾ ഈ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വരുമല്ലോ, വന്ന് ഇവിടെ ഒന്ന് കണ്ടതിന് ശേഷം ഇതുവരെ മെഷീൻ വാങ്ങുന്നവരെയുള്ള ഇവരുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട്? இவங்க சப்போர்ட்லாம் பரவாயில்ல. எப்போ கால் பண்ணாலும் அட்டன் பண்ணுவாங்க, என்ன டவுட்னாலும் கிளியர் பண்ணிக்குவாங்க. அது ஒன்றும் പ്രശ്നം ഇല്ല. ഓക്കെ പ്രൈസ് ഇപ്പം ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിൽ എന്ന് പറയുന്നില്ല, കോയമ്പത്തൂരിൽ ഈ നമ്മൾ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഇപ്പം വാങ്ങിച്ചില്ലേ, ഇതിന്റെ ശരിക്കുള്ള മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ 1-2 ടീം മാത്രമേ ഉള്ളൂ അല്ലേ? மீதி ஒருத்தவங்க மட்டும் இன்னொருத்தவங்க மேனுஃபேக்சரிங் இருக்கு. அது இல்லாம மீதி எல்லாருமே நார்த் சைடுல இருந்து இம்போர்ட் பண்ணி ட்ரேடிங் தான் பண்றாங்க. அங்க இருந்து வாங்கி ஒரு கமிஷன் பேர்ல லேபிள் செய்து விக்குறாங்க அല്ലേ? அவங்க பேர்ல லேபிள் பண்ணி வித்துக்கறாங்க. ஆனா அவங்கள்ட்ட சர்வீஸ் நமக்கு எந்த அளவுக்கு இருக்கும் தெரியாது. இவங்க மேனுஃபேக்சரிங்கிறனால சர்வீஸ் எப்பயும் கரெக்டா இருக்கும். அவங்க ட்ரேடிங் பண்றதுனால அவங்க மிஷின் வித்துட்டா அதோட அவங்க கடமை முடிஞ்சு. நாம அதுக்கப்புறம் திரும்பி அவங்க நம்மளை வந்து பார்க்கணுங்கிற அவசியம் இல்லை. ஆனா இவங்க மேனுஃபேக்சரிங் பண்றதுனால கண்டிப்பா நமக்கு സർവീസ് കറക്റ്റാ இருக்கும்னு நம்ம நம்பணும். ഓക്കെ ഓക്കെ അപ്പോൾ പ്രൈസ് എങ്ങനെയാണ് ഇവരുടെ? അഫോർഡബിൾ ആണോ? എങ്ങനെയാണ് പ്രൈസ്? ரொம்ப டிஃபரன்ஸ்லாம் இல்லை மீதி கம்பெனிக்கும் உங்கள் கம்பெனிக்கும். ஆனால் இவங்க குவாலிட்டி கொஞ்சம் நல்லா இருக்கனால ப்ரைஸ் மித்ததோட கொஞ்சம் மட்டும் இதாக இருக்குது. ஆனால் ரொம்ப டிஃபரன்ஸ்லாம் வராது. ஒரு 10,000 20,000 அந்த மாதிரி டிஃபரன்ஸ். പിന്നെ ബാക്കി എല്ലാം എന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കുന്ന സപ്പോർട്ട് ആണ്. சப்போர்ட் அவங்க எதா இருந்தாலும் நம்ம கிளாரிஃபிகேஷன் கரெக்டாக பண்ணிடுறாங்க. நமக்கு அந்த மாற்றி மாற்றி பேசுகிறதெல்லாம் இல்லை. இது சொன்னால் அதுதான், மித்தபடி ഇത് ഒന്ന് சொல்ல അത് ഒന്ന് சொன்னால் அந்த மாதிரிலாம் பேசுறதில்ல. ഓക്കെ ഓക്കെ ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ചാനൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ, ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ പരിചയപ്പെടുത്താം എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമൻറ്റിൻ്റെ പുറകെയാണ് ഞങ്ങൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു മെഷീൻസിൻ്റെ ഈ ഒരു കമ്പനിയുടെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. കാരണം വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് വീട്ടമ്മമാർ ഇപ്പോൾ ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കസ്റ്റമർ മുതൽ ആരാണ് ഇവരുടെ പ്രീമിയം കസ്റ്റമർ? അല്ലേ, പ്രീമിയം കസ്റ്റമർ ആരൊക്കെയാണ് ഉള്ളത്? പ്രീമിയം കസ്റ്റമർ ആകുമ്പോൾ രാംരാജ് കോട്ടൺ അറിയാം, അവർക്ക് പ്രീമിയർ, പിന്നെ ടാറ്റ ബ്ലൂസ്കോപ്പ് അവരുടെ പ്രോജക്റ്റ് ഒക്കെ ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ, അപ്പോൾ ടാറ്റ ബ്ലൂസ്കോപ്പ് ആകുമ്പോൾ അത് എങ്ങനെയാകുമ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ട്രസ്റ്റ്, അപ്പോൾ വീട്ടിലൊക്കെ ലേഡീസ് അവർക്കെല്ലാം സ്പോൺസർ ചെയ്യും. അങ്ങനത്തെ പ്രോജക്റ്റ് എൻ്റെ അടുത്ത് വരും. ചെറിയ ഇത് ഇൻവെസ്റ്റ്മെന്റ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് വരെ എൻ്റെ അടുത്ത് മെഷീനൊക്കെ. നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്? സ്റ്റാർട്ടിംഗ് 3.5 ലക്ഷം സ്റ്റാർട്ടിംഗ് ഉണ്ട്. 3.5 ലക്ഷം ആകുമ്പോൾ അവർ മാർക്കറ്റ് അനുസരിച്ച് ഞങ്ങൾ മെഷീൻ കൊടുക്കും. അതുപോലെ ഇപ്പോൾ ഒരു ചെറിയ ചെറിയ വാറന്റി ഉണ്ട്. 1.5 ലക്ഷം വരെ മെഷീൻ കൊടുക്കാന്ന് ഒരു വാറന്റി ഉണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ഇയർ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോഴേക്കും പിന്നെയും പ്രൈസ് കുറവിലുണ്ട് മെഷീൻ, അത് ചെയ്യാന്ന്. അപ്പൊ ഇപ്പൊ 3.5 ലക്ഷം ലാസ്റ്റ് 50 ലക്ഷം വരെ മെഷീൻ ഉണ്ട് എൻ്റെ അടുത്ത്. എല്ലാ മെഷീനും സ്റ്റാർട്ടിങ് 3.5 ലക്ഷം മുതലാണ്. ഇനി 3.5 ലക്ഷം കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഒരു ടീമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം തീരെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട്, അയ്യോ ഇത്രയും കാശില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിൽ 90% ലോൺ കിട്ടും. 90% ലോൺ ഉണ്ട്. അതാണ് എടുത്ത് പറഞ്ഞ കാര്യം. 90% ലോൺ കിട്ടും. ഇനി വനിതാ സംരംഭകരാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 35% സബ്സിഡി കിട്ടും. തിരിച്ചു നിങ്ങൾ സർക്കാർ കൊടുക്കണ്ടല്ലേ? അതെ, അത് സെൻട്രൽ ഗവൺമെന്റ് ലേഡീസ് ഒക്കെ പുതിയ പുതിയ സബ്സിഡി ഉണ്ട്. അവർക്ക് പുതിയ പുതിയ സർക്കാർ അവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഈ ബിസിനസ് ഒരുപാട് പേപ്പർ റിലേറ്റഡ് ബിസിനസ് ഒക്കെ ഒരുപാട് സബ്സിഡി ഉണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 30% സബ്സിഡി ഉണ്ട്, 90% ലോണും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്
നിങ്ങൾ പേപ്പർ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു അഡ്വാൻസ് ഇവിടെ ഏൽപ്പിക്കുമ്പോഴേക്കും നിങ്ങളുടെ മെഷീൻ ഇവിടെ പണി ആരംഭിക്കും. അതിനുശേഷം ലോണിൻ്റെ പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തു തരും. നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് അപ്ലൈ ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. കൂടാതെ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു ടീം വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരുപാട് ഫീഡ്ബാക്ക് അറിഞ്ഞു. ഒരുപാട് വനിതാ സംരംഭകർ നിലവിൽ ഇവരുടെ കസ്റ്റമറായിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും ഇവർ ചെയ്തു തരുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഈ വീഡിയോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.